ഇതിനകത്ത് സ്വാമി പറഞ്ഞ പരാമർശത്തിന് എതിരെ വന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളോ മുസ്ലിം നാമധേയമുള്ള ആളുകളോ അല്ല. പന്തളം കൊട്ടാരത്തിൻ്റെ അവിടുത്തെ പ്രതിനിധികളിൽ ഒരാളായ, അല്ല കൊട്ടാരത്തിലെ അംഗങ്ങളിൽ ഒരാളായ ആൾ പ്രദീപ് വർമ്മയാണെന്ന് തോന്നുന്നു, കേസ് കൊടുക്കുന്നു. അക്കിരമം ഭട്ടതിരിപ്പാട് താങ്കൾ പറഞ്ഞതിനെ എതിർത്ത് വരുന്നു. ദേവസ്വം ബോർഡ് താങ്കൾ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതല്ലാതെ ഇതിനകത്ത് അയ്യപ്പ വിശ്വാസികളായ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് താങ്കൾ പറഞ്ഞ വാവര് തീവ്രവാദിയാണ് എന്ന നിലപാടിനെ തള്ളിക്കളയുന്നത്. ഒരിക്കലുമല്ല. കാരണം നിങ്ങൾ ഈ കൊട്ടാരത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, കൊട്ടാരത്തിലുള്ള പ്രധാനിയാണ് ഞങ്ങളുടെ ഈ സഭയുടെ അധ്യക്ഷനായിരുന്നത്. അദ്ദേഹത്തിന് അഭിപ്രായമല്ല ഉള്ളത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ അക്കീരമൺ ഭട്ടതിരിപ്പാടിന് തെറ്റുപറ്റിപ്പോയെങ്കിൽ അദ്ദേഹം നാളെ ബോധ്യപ്പെട്ട് തിരുത്തും. തെറ്റ് ആർക്കും പറ്റാം, എനിക്കും പറ്റാം, നിങ്ങൾക്കും പറ്റാം, ആർക്കും പറ്റാം. രാഷ്ട്രീയക്കാരൊക്കെ തെറ്റുതിരുത്തിയവരാണ് പലരും. തെറ്റുതിരുത്താത്തവർ അവനവൻ്റെ അഹങ്കാരം കൊണ്ടും അച്ഛത കൊണ്ടും വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവരനുഭവിക്കുകയും ചെയ്യും അതിൻ്റെ ദുരന്തഫലം. അപ്പോൾ എന്തായാലും തിരുത്തൽ നമുക്കൊരാവശ്യമാണ്. എല്ലാ രംഗങ്ങളിലും തിരുത്തൽ ആവശ്യമുണ്ട്. എൻ്റെ ഭാഗത്തൊരു തിരുത്തൽ വേണം എന്നെനിക്ക് തോന്നിയാൽ, എനിക്ക് ബോധ്യപ്പെട്ടാൽ, ഞാൻ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് സത്യമല്ല എനിക്കിന്ന് ബോധ്യപ്പെട്ടാൽ, അത് തിരുത്തിയെടുക്കാനൊക്കെ ഉള്ള ഒരു വിവേകവും ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഇതൊക്കെ ഇന്നലെ ഒരു സഭയെ കാണുമ്പോൾ, ആയിരങ്ങളെ കാണുമ്പോൾ അങ്ങനെ ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്നതൊന്നുമല്ല. ഇത് വളരെ ഉറപ്പിച്ച് തന്നെ പറയുന്നതാണ്. അതുകൊണ്ട് കൊട്ടാരത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിലല്ല അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് ആയിട്ട് നമ്മൾ കാണുന്നത്. കാരണം കൊട്ടാരത്തിലെ അംഗം വേറെ ഇതുമായിട്ട് നിന്ന് വന്നതാണ്. പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ് കൂടെ പറഞ്ഞോട്ടെ. അദ്ദേഹത്തിന് ഞങ്ങൾ കാണുന്നത് CPM-കാരനായിട്ടാണ്. അതുകൊണ്ട് ആ CPM-ൻ്റെ അഭിപ്രായം അദ്ദേഹത്തിലൂടെ വന്നു എന്ന് മാത്രമേ എന്നോടും സംസാരിക്കേണ്ട കാര്യമുള്ളൂ. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. സംശയം എന്താ? പറഞ്ഞത് കാരണം പറഞ്ഞത് മനുഷ്യത്വത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതവികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ ഞാൻ പറഞ്ഞതും. കാരണം ഏതെങ്കിലും മതസ്ഥർ ഇതിനകത്തില്ല, മതസ്ഥർ തമ്മിലുള്ള സ്പർദ്ധ ഇതിനകത്തില്ല. വാവരെന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് വെറും 23 കുടുംബങ്ങളിൽ ഒതുങ്ങി നിൽക്കുകയാണെന്ന് ഇസ്ലാം. മതസ്ഥർ ഇപ്പുറത്തില്ല, വിശ്വാസികളായ അയ്യപ്പ ഭക്തർ ഇപ്പുറത്തുണ്ട്. അവരാണ് താങ്കളെ തള്ളുന്നത്. വിശ്വാസികളായ അയ്യപ്പ ഭക്തന്മാരല്ല എന്നെ തള്ളുന്നത്. എന്നെ മീൻസ് ഈ അഭിപ്രായത്തെ തള്ളുന്നത് അവിശ്വാസികളായ അയ്യപ്പ ഭക്തന്മാരോ, നമ്പർ 2 ഇതിൻ്റെ സത്യം അറിയുവാൻ ഒരുപക്ഷെ ഇതുവരെ ചിന്തിക്കാത്തവരോ അതിനുള്ള ഒരു സമയം കിട്ടാത്തവരോ ആണ്. അവർ നാളെ ചിന്തിച്ചോളും. തള്ളിയവരൊക്കെ കൊള്ളും, യാതൊരു സംശയമില്ല.